ഹായ് ഡി ഡി സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു പാരൻറ്റിങ്ങിലെ ഇഷ്യൂ ആണ്, വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഇത്. അതിപക്ഷം നമ്മൾ ഈ കുട്ടികൾ, അതായത് ഈ ADHD ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളെ പാരൻസിനാണ് നമ്മൾ അധികം കാണാറുള്ളത്. അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. എപ്പോഴും ഒരു ഡിപ്രസ് മോഡിലോ അല്ലെങ്കിൽ ഒരു ഡിജക്റ്റഡ് മോഡിലായിരിക്കും. കാരണം ഇങ്ങനൊരു കുട്ടി അവർക്ക് വന്നു. പക്ഷേ എല്ലാ കുട്ടികളെ സംബന്ധിച്ചോളം എന്താ ഒരു ദൈവത്തിൻ്റെ നമ്മളൊരു ഗിഫ്റ്റാണ് അല്ലേ, ഗോഡ് ഗിഫ്റ്റാണ്. ഡെഫിനറ്റ്ലി എല്ലാ പാരൻസും അവരെ നന്നായി നോക്കാനും അവരെ നല്ല കാര്യങ്ങൾ, നല്ല ഹാപ്പിനെസ് കൊടുക്കാനേ ഉദ്ദേശിക്കുള്ളൂ. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ പാരൻസും. അപ്പോൾ ഇങ്ങനത്തെ പാരൻസിന് ചെറിയൊരു ചാലഞ്ച് വരുന്നതെന്ന് വെച്ചാൽ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു കുട്ടി വന്നാൽ തന്നെ ആ കുട്ടി നോർമലായിരിക്കും, ആ കുട്ടീനെ അധികം നമ്മൾ അറ്റൻഷൻ കൊടുക്കില്ല, ഈ കുട്ടിക്ക് മാത്രം കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഇൻഫെർട്ടിലിറ്റി കോംപ്ലക്സ് വരും. അങ്ങനെ ഒരു 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 ചാലഞ്ചിങ് സിറ്റുവേഷനാണ് പാരൻസ് ഫേസ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാര്യത്തിൽ ഡിജക്റ്റഡ് ആവാണ്ട് നമ്മൾ ബേസിക്കലി എന്താ ഹൗ വി ക്യാൻ മാനേജ് ദി സിറ്റുവേഷൻ. അവിടെയാണ് നമ്മളിവിടെ മൈൻഡിൽ സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യേണ്ടത്. ഇത് ബേസിക്കലി എൻ്റെ ഫസ്റ്റ് ക്ലൈൻറ്റ് ജേക്കബിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു. അവർ കുറേ കാലം സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു, അങ്ങനെ അവർ വീട്ടിൽ കുത്തിയിരുത്തി, അങ്ങനെ ഒരു സൊല്യൂഷൻ വരാണ്ട് ഞാൻ കോച്ചിങ് കിടക്കാൻ തുടങ്ങി. ഞാൻ 6 മാസത്തിൽ പുള്ളിക്ക് ജോലിയാക്കി കൊടുത്തു. ആ സമയത്ത് ഞാൻ കണ്ടെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരുപാട് ടാലൻസ് ഉണ്ടായിരുന്നു. ബാസ്കറ്റ് ബോൾ നന്നായി കളിക്കും, ഡ്രൈവിംഗ് നന്നായി ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടാലൻസ് നമ്മൾ ഫോക്കസ് ചെയ്തപ്പോൾ ആ കുട്ടി ആ ഗ്രോത്ത് സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമുക്ക് ആ കുട്ടീനെ മാറ്റം വന്നു. ഇത് പാരൻസ് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ആ കുട്ടീൻ്റെ പുറമെ മാത്രമേ നോക്കുള്ളൂ. സൈക്കാട്രിസ്റ്റിനെ കാണിക്കും, എന്തെങ്കിലും റീഹാബിലേഷൻ ചെയ്യാൻ നോക്കും. അവിടെ അവൻ്റെ ഗ്രോത്ത് ആസ്പെക്റ്റ് ഉണ്ടാവും, അവനെ വേറെ എന്തൊക്കെയാണ് കഴിവുകൾ. കാരണം ഇങ്ങനത്തെ കുട്ടികൾക്ക് വേറെ പല കഴിവുകളുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കാണ്ട് അവിടെ തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ എന്താ പാരൻസിനാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമാണ് എല്ലാ പാരൻസും കോച്ചിങ് എടുക്കണം, സെൽഫ് മെക്കാനിസം എടുത്തിട്ട് ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർ ജനറേറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.